ഹലോ എവറി വൺ വെൽക്കം ബാക്ക്. ദിസ് ഇസ് നിരഞ്ജന ഹിയർ ഫ്രം ലിയോ ടെയിൽ. സോ ഇന്ന് കുറച്ച് അഫോർഡബിൾ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങളൊരു മേക്കപ്പ് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ലിക്വിഡ് ഐ ഷാഡോ, ഐ ലൈനർ, ലിപ്പിൻ്റെ പ്രോഡക്ട്സ്, ഐബ്രോയുടെ പ്രോഡക്ട്സ്, അങ്ങനത്തെ പ്രോഡക്ട്സ് നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ഭയങ്കര മേക്കപ്പ് എക്സ്പെർട്സ് ഒന്നും ആവണ്ട, എന്നാലും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ഇടാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ആണ്. സോ എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആണ്. ഞാൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങി ഒരു 3 to 4 വീക്സ് യൂസ് ചെയ്തിട്ടാണ് റിവ്യൂസ് ഷെയർ ചെയ്യുക. അപ്പോൾ ആ റിവ്യൂസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് ബ്ലൂ ഹെവൻ്റെ കുക്കി ആൻഡ് സൂഫ്ലെ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്സ് ആണ്. ശരിക്കും ചോക്ലേറ്റിൻ്റെ പാക്കേജ് പോലെയാണ്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ കുറേ ദിവസം പൊട്ടിക്കാതെ വെച്ചിരുന്നു. അതിൽ ഫഡ്ജ് ഫാൻറ്റസി എന്നുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ എവിടെ ഇട്ടുകൊണ്ട് പോയാലും എല്ലാവരും എൻ്റെ അടുത്ത് നല്ല ഭംഗിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ ലിങ്ക് വാങ്ങുന്ന ഷെയ്ഡാണ്. ഭയങ്കര ഒരു സോഫ്റ്റ് മൂസി ടെക്സ്ചറാണ്. ലിപ്സ് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. ഒരു റെഡിഷ് ബ്രൗൺ പോലെയാണ്. അതിനകത്ത് ഒരു ചോക്ലേറ്റ് മണമുണ്ട്, കൊക്കോ ബട്ടറുണ്ട്, റോസിപ്പ് ഓയിലുണ്ട്. 12 hours സ്റ്റേ എന്നൊന്നും ഞാൻ പറയത്തില്ല. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് വായുടെ നടുക്കുന്നത് ഇങ്ങനെ വാനിഷ് ചെയ്യും. നമുക്ക് റീഅപ്ലൈ ചെയ്യാം. ഗുഡ് തിങ്സ് ഇതൊട്ടും ഡ്രൈ ആക്കത്തില്ല. റീആപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ബ്രൗണിഷ് ആ ഒരു വേരിയൻറ്റ്, ആ ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന. അപ്പോൾ ഇതിൽ കുറച്ച് ഡാർക്കർ ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ചില ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്, ചില ബ്രൗണിഷ് ഷെയ്ഡ്സ് ഉണ്ട്. ബട്ട് ഫഡ്ജ് ഫാൻറ്റസി ഭയങ്കര പ്രിട്ടി ഷെയ്ഡാണ്. ഇത് ഇൻഡോർ ലൈറ്റിങ്ങിൽ ഔട്ട്ഡോർ ലൈറ്റിങ്ങിലും ഒക്കെ ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന കളറാണ്. ഞാൻ ഉറപ്പായിട്ട് റീപർച്ചേസ് ചെയ്യും. വെരി കംഫർട്ടബിൾ ടു അപ്ലൈ ആൻഡ് ട്രൂലി വാല്യൂ ഫോർ മണി. ശരിക്കും ബ്ലൂ ഹെവൻ ബ്രാൻഡ് ഞാൻ ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ഇപ്പോൾ ശരിക്കും നല്ലതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് ബൈ മാർസിൻ്റെ ഐലൈനർ, സ്കൈ ലൈനർ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു വെരി ഈസി ടു അപ്ലൈ. ദാറ്റ് ഇസ് സംതിങ് ഐ ഫെൽറ്റ്. നല്ലൊരു പിച്ച് ബ്ലാക്ക് കളറാണ്. ഭയങ്കര ഗ്ലോസിയും അല്ല, ഭയങ്കര മാറ്റ് ഫിനിഷും അല്ല. നല്ലൊരു കളർ പേ ഓഫ് ആണ്. സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വെരി മച്ച് 12 hours ട്രൂ ആണ്. കാരണം ഞാനിത് ഈ മിസ്ല വാട്ടറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഐ ഹാവ് ടു ഡൂ ഇറ്റ് എ ഫ്യൂ ടൈംസ് ടു ക്ലീൻ ഇറ്റ് അപ്പ്. സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ണിലിട്ടിട്ട് കരയാം, ഒരു കുഴപ്പവുമില്ല. യെസ്, ഐ ടെസ്റ്റഡ്. സെറ്റ് പ്രൂഫാണ്. അപ്പോൾ ഓവറോൾ ആ നിലയ്ക്ക് ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. ആൻഡ് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ആ ബോണ്ടിൻ്റെ നീളമൊക്കെ നല്ല കറക്റ്റാണ്. ഞാനൊരു 13 വയസ്സൊക്കെ തൊട്ട് ഐലൈനർ ഉപയോഗിച്ച് തുടങ്ങിയ ആളാണ്. അപ്പോൾ എനിക്കൊരു ഐലൈനർ എടുത്ത് ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ആ ബോണ്ടിൻ്റെ നീളം, ക്വാളിറ്റിയൊക്കെ വെച്ച് ഞാൻ സ്വയം അസസ് ചെയ്യും. അപ്പോൾ ആ നിലയിൽ ഞാൻ അസസ് ചെയ്തു. ഐ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ലിക്വിഡ് ലൈനറാണ് ബെല്ലവിറ്റ. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് ക്രൂവൽറ്റി ഫ്രീ ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ, നോ മിനറൽ ഓയിൽ. സോ ആ നിലയ്ക്കൊക്കെ ഇറ്റ്സ് വെരി ഗുഡ്. ഇത് ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ് ട്രൈ ചെയ്തത്. പൊതുവെ ബ്രൗണിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ കാണില്ല. ഫെയർ ടു മീഡിയം സ്കിൻ ടോണിൽ വൈറ്റ് ബ്രൗൺ കളർ നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണും. ഇതുണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് ആൻഡ് ഒരു മാറ്റ് ഫിനിഷും ആണ്. മാറ്റ് ഫിനിഷ് അല്ല, എനിക്കതാണ്. അതായത് ഒരെണ്ണം മാറ്റ് ഫിനിഷാണ്, ബട്ട് ഈ കളേഴ്സ് എല്ലാം ഒരുതരം ഗ്ലോസി ഫിനിഷാണ്. ഭയങ്കര സ്മൂത്ത് ആപ്ലിക്കേഷനാണ്. കണ്ടോ, ബ്രൗണിൻ്റെ സൈഡിലൊരു ഗ്ലോസി ഫീലുണ്ട്. ഈസി ആയിട്ട് ഒരു 1 stroke ആപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ്. റിമൂവ് ചെയ്യാനും അത്ര എളുപ്പമല്ല. ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് വെരി ലോങ് സ്റ്റേയിങ് ഓൾസോ. ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ ബ്ലൂ ഹെവൻ്റെ തന്നെ ബ്രോ എൻഹാൻസർ ട്രൈ ചെയ്തു. ഇറ്റ്സ് ബേസിക്കലി ഒരു ഐബ്രോ പെൻസിൽ പോലെ 3 കളേഴ്സിൽ അവൈലബിളാണ്. ഐ തിങ്ക് ബ്ലാക്ക്, ആഷ് ഗ്രേ ആൻഡ് ബ്രൗൺ. അതിൽ ആഷ് ഗ്രേ ആണ് ശരിക്കും. ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. ഭയങ്കര ഒരു നാച്ചുറൽ ലുക്ക് തരും. ഈ ആഷ് ഗ്രേ ശരിക്കും ഒരുവിധം എനിക്കൊന്ന് ഇന്ത്യൻ ഒരു ഹെയർ കളറിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു കളറാണ്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഭയങ്കര പുരികം കട്ടി കുറവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു തിക്ക് ലുക്ക് വരും. എന്നാൽ പുരികം വരച്ച പോലെ ഇരിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആ നിലയിൽ നല്ല രസമാണ്. അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, റിമൂവ് ചെയ്യാൻ കുഴപ്പമില്ല, എളുപ്പമാണ്. സ്വെറ്റ് പ്രൂഫാണ് ഡെഫിനറ്റ്ലി, സ്മഡ്ജ് പ്രൂഫുമാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൗ ജെല്ലോ അല്ലെങ്കിൽ അലോവേറയോ വെച്ചോ ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വെരി നാച്ചുറൽ ലുക്ക് ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തൊരു സാധനം മാർസിൻ്റെ തന്നെ ലിപ്പ് ഡ്രിപ്പ്. പ്ലം എന്നുള്ള ഷെയ്ഡാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ഗ്ലോസി ഫിനിഷാണ്, ഒരു ഹൈഡ്രേറ്റിംഗ് ഫോമുലയാണ്. ഇത് ബേസിക്കലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പിലൊരു ടിൻറ്റ് വരുന്ന പോലത്തെ ഒരു സാധനമാണ്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഞാൻ ആദ്യം അത് റിയലൈസ് ചെയ്തില്ല. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് വരും. അതിൽ എനിക്കൊന്ന് ഒരു റെഡ്, ബ്രൗൺ, പ്ലം ഷെയ്ഡ്സിലാണ് ഇത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ പ്ലം ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് അപ്പം തന്നെ അറിയാം. അത് ഇപ്പോൾ പിഗ്മെൻറ്റഡ് ലിപ്പാണെങ്കിലും ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യും ഡെഫിനറ്റ്ലി. അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ഇതിങ്ങനെ ഗ്ലോസി ആയിട്ടിരിക്കും, ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം അത് റിയലൈസ് ചെയ്തില്ല. ബട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം രാവിലെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ റീഅപ്ലൈഡ് ഓൾസോ ത്രൂ ഔട്ട് ദ ഡേ. ഞാൻ പിന്നെ ഒരു 2-3 years കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞൊക്കെ നോക്കിയപ്പോൾ ചുണ്ടിലൊരു ടിൻറ്റ് ഇതിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ ടച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ചുണ്ടിലെ ടിൻറ്റ് വാസ് ദെയർ. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ടിൻറ്റ് ഒന്ന് കുറയും. ബട്ട് അതർവൈസ് അത് ഭയങ്കര നല്ലതാണ്. കാരണം ചുണ്ടൊട്ടും ഡ്രൈ ആക്കത്തുമില്ല. നിങ്ങൾക്ക് ഗ്ലോസി ആയിട്ട് വേണമെങ്കിൽ ആ ഫിനിഷും കിട്ടും. അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിൽ ചെറിയ ടിൻറ്റും നിൽക്കും. ആ നിലയ്ക്ക് ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത്
എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റൂബീസ് ഓർഗാനിക്സിൻ്റെ ലിക്വിഡ് ഐ ഷാഡോ ആണ്. ഇലക്ട്ര എന്നൊരു ഷെയ്ഡാണ് ട്രൈ ചെയ്തത്. പാരബൻസും പെട്രോ കെമിക്കൽസും ഒന്നുമില്ല, പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇവർക്ക് ഫുൾ സൈസ് ഉണ്ട്, മിനി ഉണ്ട്. അതിൽ മിനി സൈസാണ് ഞാൻ ട്രൈ ചെയ്തത്. ഐ തിങ്ക് 7 കളേഴ്സ് അവൈലബിൾ ആണ്. പേർപ്പിളിഷ്, കോപ്പർ, സിൽവർ, അങ്ങനത്തെ കളേഴ്സ്. ഞാൻ ഒരു അഹങ്കാരം കാണിച്ചു ഗൈസ്. ഞാൻ ഐലൈനറിൻ്റെ പുറത്തും കൂടെ അപ്ലൈ ചെയ്ത്, കാരണം ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു. ഞാൻ ഐലൈനർ ഇട്ട് അതിൻ്റെ പുറത്തോട്ട് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നല്ല പിഗ്മെൻറ്റഡ് കേട്ടോ. ഐലൈനറിൻ്റെ പുറത്ത് നല്ല ഭംഗിയായിട്ട് കവറായി. നിങ്ങൾക്ക് കൈവച്ച് വേണമെങ്കിൽ ഇത് സ്മഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ സ്മഡ്ജ് ചെയ്യാം. പാർട്ടി വെയർ ലുക്കെന്ന് വെച്ചാൽ ഞാൻ പറയില്ല, പക്ഷേ ഒരു നാച്ചുറൽ ലുക്ക്. നിങ്ങൾക്ക് ഒരു നാച്ചുറലി ഒരു ഐ ഷാഡോ വേണം, പക്ഷേ ഭയങ്കര ഒരു പാർട്ടി ലുക്ക് വേണം. നിങ്ങൾക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റണം. എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലിക്വിഡ് ഐ ഷാഡോ ഒരു ഭയങ്കര നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. ഞാനത് കഴിഞ്ഞ് എൻ്റെ പുറത്തുകൂടെ ഐലൈനർ അപ്ലൈ ചെയ്തു. പൊതുവെ ചില ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് ഐലൈനർ അപ്ലൈ ചെയ്യാൻ പിന്നെ പാടാണ്, ഐലൈനർ പാച്ച് ചെയ്യാവും. ഇതിലാണെങ്കിൽ ആ പ്രശ്നവും വന്നില്ല. ആ നിലയ്ക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഷെയ്ഡായിട്ട് തോന്നി. കണ്ണിൻ്റെ പുറത്ത് ചെറിയൊരു ഷൈൻ, ഒരു പാർട്ടിക്കൊക്കെ സുഖമായിട്ട് ഇട്ടുകൊണ്ട് പോകാം. ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് അല്ല, ബട്ട് ഇറ്റ് സ്റ്റിൽ വെരി പ്രിറ്റി. ആൻഡ് റൂബി ആണെങ്കിലും ബ്രാൻഡ് വൈസ് ഓൾസോ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ്. അവർക്ക് ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് പ്രോഡക്ട്സും ഉണ്ട്. എനിക്ക് ഷെയ്ഡും വളരെയധികം ഇഷ്ടപ്പെട്ടു. മേ ബി ഇവരുടെ പർപ്പിൾ ബേസ്ഡ് ഒരു ഷെയ്ഡുണ്ട്, ഔറോറ എന്ന് ഞങ്ങളുടെ പേര്. അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ബട്ട് കൊള്ളാം, ഒരു മിനി വാങ്ങിയാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു 3-4 ഷെയ്ഡ്സ് വാങ്ങിച്ചു വെച്ച് ഈ പൗഡർ ഐ ഷാഡോയുടെ പോലെ ഈ പൊടിഞ്ഞ് വീഡിയോയിൽ തുടങ്ങിയ മെനക്കേടുകളൊന്നും ഇല്ലാതെ കാര്യം പെട്ടെന്ന് കഴിയും. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഏതാണെന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ആസ് വെൽ. കാരണം എക്സ്പീരിയൻസ് കുഡ് ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് ഐ വുഡ് ലവ് ടു നോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.